പെൺകുട്ടികളോടുള്ള ആ നിഷ്കർഷത ഇപ്പൊ ടീച്ചർക്ക് അടുത്ത തലമുറയിലേക്ക് തൻ്റെ കുട്ടിക്ക് അങ്ങനെ വരരുതെന്നുള്ള ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അതിന് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ പുള്ളി ഭയങ്കര പ്രോഗ്രസീവും ഭയങ്കര ധൈര്യം തരും ഞങ്ങൾക്കൊക്കെ. ആക്ച്വലി പിന്നെയാണ് ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. എനിക്കൊരു സിസ്റ്റർ റിസർവ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തു. അപ്പോൾ ഞങ്ങളങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. എൻ്റെ ഹസ്ബൻഡ് പാട്ടെന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഡാൻസറിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നാണ്. ലവ് മാരേജ് ഒന്നും അല്ല കേട്ടോ, ജാതകമൊക്കെ നോക്കി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി വന്ന ശേഷമാണ് പുള്ളി എല്ലാ ധൈര്യവും തന്ന് പിന്നെ എന്നെ ഇപ്പോഴത്തെ ഞാനാക്കിയത്. മറ്റേ പാട്ടിലത്തെ പോലെ എന്നെ ഞാനാക്കി ഗാനമോ എന്നെ ഇപ്പോഴത്തെ അരുന്ധതി അനുഭവം കൂടിയാണ് ആ പാട്ട് അല്ലേ? തീർച്ചയായും അതെ. അപ്പം അങ്ങനെ അത് ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡ് ചാരുക്ക് സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ BA സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഫോറിനിലൊക്കെ പോകും, തനിച്ച് പോയിട്ടുണ്ട്. ആദ്യം ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ മായവർമ്മ എന്ന് പറഞ്ഞ അവരുടെ കൂടെ പിന്നെ പെർക്കഷൻ വീണയുടെ ഇതിന് പോയി. അതിന് ശേഷമൊക്കെ ഇഷ്ടം പോലെ ഫോറിൻ ടൂറ് ഇഷ്ടം പോലെ. അപ്പോൾ അതിനുള്ള എല്ലാ പിന്നെ ഗൈഡൻസും കൊടുക്കും. അപ്പോൾ പുള്ളിയും ബാങ്കിലായിരുന്നു, ഇഷ്ടംമാതിരി ട്രാൻസ്ഫേഴ്സ് ഒന്നും സമയത്തുണ്ടാവില്ല. അപ്പം ഞാനും കോളേജിലാണ്, കുട്ടികൾ കൂടിപ്പോയ എയർപോർട്ട് വരെ ഞാൻ കൊണ്ടാക്കും, അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ചെറുതിലെ പിന്നെ ചാരുവിന് ഭയങ്കര പാഷനാണ് 2 പേർക്കും. അപ്പം മൃദംഗം പാക്ക് ചെയ്യുന്നതും ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ യാത്രയ്ക്ക് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചാരുവിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് മൃദംഗമൊക്കെ ഈ ബബിൾ പേപ്പർ എന്ന് പറഞ്ഞ ഇതുണ്ട്, അതിന് വലിയൊരു ബ്ലോ വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഇട്ട് റാപ്പ് ചെയ്ത് കഷ്ടം തോന്നി. ഞാൻ കൊണ്ടുവിട്ടു, എയർപോർട്ട് വരെ കൊണ്ടാക്കി ഇങ്ങ് പോകുന്നതല്ലാതെ എല്ലാം. അപ്പോൾ നമ്മൾ ഫുള്ള് ആ സപ്പോർട്ടും ഗൈഡൻസും അവരിൽ നമ്മൾ വിശ്വാസവും അർപ്പിക്കുന്നത് കാരണം അവർ വളരെ സന്തോഷമായിട്ട് കംഫർട്ടബിളായിട്ട് അവരൊരു വലിയൊരു വടവൃക്ഷന്മാരി നമ്മൾ നിൽക്കുന്നത് കാരണം അവർ വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് അവർ പോകുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് കിട്ടാൻ പറ്റാത്തത് അവർക്ക് കൊടുത്തതിൽ അത് എൻ്റെ ഹസ്ബൻഡാണ് മെയിൻ. ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇത്തിരി പേടിയൊക്കെ, അയ്യോ തനിച്ച് പോയാൽ എങ്ങനെയെന്നൊക്കെ ഞാൻ വിചാരിക്കും. എൻ്റെ ഹസ്ബൻഡാണ് അതിൻ്റെ ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഹസ്ബൻഡ് തന്നെയാണ്. ശരിക്കും പല കുടുംബങ്ങളിൽ കല്യാണം കഴിച്ചതിന് ശേഷമാണ് സ്വന്തം കലാവാസനകൾ വീണ് ഉടഞ്ഞു പോകുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. ശരിക്കും മലയാള ഗാനശാഖയിൽ ഒരു നല്ലൊരു ഗായികയെ കൊണ്ടുവരാൻ ഭർത്താവ് ഒരു സഹായമായിരുന്നു. തീർച്ചയായിട്ടും പുള്ളി ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി അതിനു വേണ്ടി മെനക്കെട്ട് ചെന്നൈയിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഞാൻ ലീവ് എടുത്തു. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ കുറേ പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചു. പക്ഷേ എപ്പോഴും പറയും, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് നമ്മളത് ഗ്രാബ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത്രത്തോളം കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ അന്നത്തെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. പക്ഷെ മാരേജ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. 31 ദിവസം ഞാൻ പ്രോഗ്രാമിന് പോയാലും പാടിയാലും പുള്ളിക്ക് അത് സന്തോഷമാണ്. അപ്പോൾ ആ പുള്ളിയുടെ എന്ന് വെച്ചാൽ നമ്മളെവിടെ പോകുന്നോ നമ്മൾ അവിടെ കംഫർട്ടബിൾ ആയിരിക്കണം. അതല്ല നമ്മളവിടെ വിഷമിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത് ഭയങ്കര ടെൻഷനാണ്. അതല്ലാതെ നമ്മളെവിടെ പോയാലും എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ അറിയാം, അതിൽ അത്രത്തോളം പാഷനുണ്ട്. അദ്ദേഹവും ഇതൊക്കെ പഠിച്ചതാണ്. പക്ഷേ പിന്നെ നന്നായിട്ട് എഴുതും. ഒരു സ്ക്രീൻ പ്ലേക്കൊക്കെ അവാർഡ് കിട്ടി നാനയുടെ നിഷേധി എന്ന് പറഞ്ഞ. അപ്പോൾ എഴുതും, പാടും, പാട്ട് പഠിച്ചിട്ടുണ്ട്. അതെ, പാട്ട് പഠിച്ചു. ബാങ്ക് ജോലിയൊക്കെ പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ മൊത്തം മനസ്സ് മുഴുവൻ ഇതിലാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ വാല്യൂ അറിയാം. അപ്പം നമ്മുടെ പാഷൻ എന്താ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം, വേറെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ MG രാഷ്ട്ര വൈഫ് പത്മ ചേച്ചിയുടെ ശാപവും കൂടെ. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പലതിനും ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പലരും ദേവരാജ മാഷ് വരെ വിളിച്ച റെക്കോർഡിങ്ങിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് പേടിയാണ്, പോയാൽ ഇനി വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു വിടും. അപ്പോൾ പത്മേച്ചി പറയും, അരുന്ധതിക്ക് ഫിലിമിൽ തന്നെ പാടിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ശപിക്കുന്നെന്ന് പറഞ്ഞു പത്മേച്ചി. ആ ശാപമാണ് ഇപ്പോഴും ജീവിതത്തിലുടനീളം. അപ്പോൾ എപ്പോഴും പറയും എൻ്റെ ശാപം ശരിക്കും ഫലിച്ചു. ആ 2 പേരെ എനിക്ക് ഓർക്കാതെ ഒരു ദിവസം പോലും എൻ്റെ ഫിലിം ഇതിനെപ്പറ്റി റെഫർ ചെയ്യുമ്പോൾ 1 മിനിറ്റ് പോലും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അത് ഓർക്കാതെ പറ്റിയില്ല. അത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പിളായിരുന്നു അത്.
അച്ഛനിലേക്ക് ഒന്നുകൂടെ വരാം. ഈ അച്ഛൻ എന്ന് പറയുന്നത് സംഗീതത്തിൽ കുറച്ച് പ്രാവീണ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പാടിയാൽ, സിനിമാ ഗാനങ്ങൾ പാടിയാൽ ശബ്ദം പോകുമെന്ന് പറയുന്ന ഒരു, എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ശബ്ദം പോകുന്നല്ല, അതായത് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പഴയ ഒരു സിസ്റ്റമാണ്. അതായത് കർണാട്ടിക് മ്യൂസിക് ലേഡീസ് ഈ കുറഞ്ഞ പിച്ചിലാണ് പാടുന്നത്. നമ്മൾ 5-5.5 എന്നൊക്കെ പറയും. പക്ഷേ ഫിലിം മ്യൂസിക്കിന് ഭയങ്കര ഹൈ പിച്ചിലാണ് എല്ലാ പാട്ടുകളും വരുന്നത്. അപ്പോൾ അവർക്കറിയില്ല, മെയിൽ വോയിസൊക്കെയാണെങ്കിൽ ഹൈ പിച്ചാണ്, ഫീമെയിൽ വോയിസ് എല്ലാവരും ക്ലാസിക്കൽ ലോ പിച്ചിലാണ് പാടുന്നത്. അപ്പോൾ നമ്മുടെ വോയിസിനെ അതിനനുസരിച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പാടുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും ചെസ്റ്റ് വോയിസ്, ഹെഡ് വോയിസ് എന്നൊക്കെ പറയും. അന്ന് അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കലായിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ലേബലിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഹെഡ് വോയിസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഞാൻ പാടുന്നതാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ വിചാരിക്കും, അയ്യോ ഇത് ഇങ്ങനെ കടന്ന് വിളിച്ചാൽ ശബ്ദം പോകുമല്ലോ, ഇവൾക്കറിയില്ല. അപ്പം നമ്മുടെ ഒരു മോഹം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് ശബ്ദം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പാടാൻ പറ്റില്ല, അങ്ങനെ ഒരു ഭീതി, അറിവില്ലായ്മയുടെ ഒരു ഭീതി അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഈ സ്നേഹമാണ്, കൺസേൺ ആൻഡ് സ്നേഹം. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ അന്നത്തെ കാലത്ത് ഒരു അറിവില്ല, ഇന്നത്തെ പോലെ ഒരു വോയിസിൻ്റെ എന്താണ് അതിനെപ്പറ്റിയുള്ള നോളേജ്, ഒരു വോക്കൽ വോയിസ് കൾച്ചർ, ഒരു വോക്കൽ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എന്താണ് അതിൻ്റെ സ്റ്റഡി അനാലിസിസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം കൂവലിൻ്റെ ഒരു താളത്തോട് കൂടിയാണ് വരവേറ്റതെന്നും പിന്നീട് അതൊന്ന് പറയാം. ഒരു അയ്യോടാ, അത് ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കാലിക്കറ്റിലാണ്. അപ്പോൾ ഞാൻ നല്ല ഇപ്പോൾ വണ്ണമില്ല, നല്ല അന്നത്തെ ഏജിൽ. അപ്പോൾ നല്ല തടിയാണല്ലോ. അപ്പോൾ സ്റ്റേജിൽ പാടാൻ കയറിയപ്പോഴത്തേക്കും മറ്റേ എന്താണ് മാനാഞ്ചർ മൈതാനുള്ളത്. അപ്പോൾ ലൈവ് മ്യൂസിക്കിനൊക്കെ നല്ല ഓഡിയൻസിന് ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അന്ന് കയറി ഉടനെ കൂവലായിരുന്നു. പിന്നെ പാടാൻ തുടങ്ങിയ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഞാൻ ആലില പോലെ വിറയ്ക്കുമായിരുന്നു. ഞാൻ ഭയങ്കര പേടിയാണ് പാടാൻ. പക്ഷേ അത് കഴിഞ്ഞ് പാട്ട് തുടങ്ങിയപ്പോഴത്തേക്കൊക്കെ കാമായി. ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത്? ഒരു പാട്ട് പാടുവാൻ വന്നവൾ നീ സഖി. ഞാൻ ഒരു അനുഭവം പറയാം. അതായത് മോഹൻലാലിൻ്റെ വടക്കുന്നാഥൻ എന്നുള്ള ഒരു സിനിമ, അത് എനിക്ക് തോന്നുന്നു കാസർഗോഡ് കർണാടകയിൽ നിന്നാണ് ഷൂട്ട്. അപ്പോൾ അന്ന് അതിൽ പ്രധാനപ്പെട്ട പാട്ടാണ് ഗംഗേ തുടിയിൽ എന്ന് പറയുന്നുള്ള ആ പാട്ട്. ശരിക്കും അന്ന് ഞാൻ കാസർഗോഡുകാരനാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ കാസർഗോഡ് വന്നിട്ട് രവീന്ദ്ര മാഷ് കാസർഗോഡ് വന്ന് പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലിരുന്നിട്ട് ഈ ഗംഗേ തുടിയിൽ എന്നുള്ള പാട്ടങ്ങ് പാടിക്കൊടുക്കുക. ഞാൻ ആ സ്ഥലത്തുണ്ട്, ആ വിങ്ങിൽ ഞാനുണ്ടായിരുന്നു അന്ന് അവിടെ. അത് പിന്നീടാണ്, അതന്ന് ഹിറ്റാവുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നീട് ആ പാട്ട് വളരെ ഹിറ്റായി. ആ ഹിറ്റായപ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഞാനുണ്ടായിരുന്ന ആ വേദിയിൽ വെച്ചാണ് രവീന്ദ്ര മാഷ് അന്ന് എല്ലാവർക്കും മുന്നിൽ എന്ന് പാടിയത്. അന്ന് രവീന്ദ്ര മാഷിൽ നിന്നാണ് ഞാൻ ഈ പാട്ട് കേട്ടത്. രവീന്ദ്രൻ സംഗീതം എന്ന് പറയുന്നത് വളരെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദികരമായ ഒരു പാട്ടാണ്. രവീന്ദ്ര സംഗീതത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം വലിയൊരു കമ്പോസറാണ്. ഞാൻ പറയും ജൈജാൻറ്റിക് കമ്പോസർ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ എന്ത് സോങ് എടുത്താലും നല്ലൊരു ക്ലാസിക്കൽ ബേസ് ആയാലും ഓർക്കസ്ട്രേഷനൊക്കെ ഭയങ്കര റിച്ചാണ്. എന്തൊരു റിച്ച് ഓർക്കസ്ട്രേഷനാണ്. പിന്നെ പല പാട്ടുകളുടെയും ആ ബീജിയത്തിൽ ഏതെങ്കിലും ക്ലാസിക്കൽ പിന്നെ ഇതിൻ്റെ വരികൾ അതിൻ്റെ ഇത് ചേർത്ത് കാണും അതിൻ്റെ ബീജിയത്തിൽ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിലരൊക്കെ വാതാപി ഗണപതി മുഖ വരും, ചില ഹംസധ്വനിയിൽ വരുന്ന അതിൻ്റെയൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ മൗലിയിൽ മയിൽപീലി ചാർത്തി, അതിൻ്റെ ഇടയിൽ കണി കാണും നേരം അതിൻ്റെ ലൈൻസ് വരും. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ബ്രെയിനാണ് മാഷിനുള്ളത്. പിന്നെ മാഷ് പാടുകയാണെങ്കിൽ മാഷിൻ്റെ റേഞ്ച് ഭയങ്കര റേഞ്ച്, 1000 ഞാൻ പാടിയിട്ടുണ്ടല്ലോ യാത്ര എന്നുള്ളത്. അതെ. അപ്പോൾ അയ്യോ അത് മാഷ് എവിടെ തുടങ്ങി എവിടെ പോയി വരുന്ന അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു റേഞ്ചാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും മാഷിൻ്റെ ഒരു ആകാരം അതുമാതിരി തന്നെയാണ് മാഷിൻ്റെ ശബ്ദവും. ഭയങ്കര ശബ്ദമാണ്, ഭയങ്കര വോളിയമുള്ള ശബ്ദവും. പിന്നെ
മാഷിൻ്റെ തലയിൽ കൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ എക്സോസ്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് മാഷിൻ്റെ എന്ന് പറഞ്ഞാൽ. വളരെ ഹിറ്റായ മോഹൻലാലിൻ്റെ പടം IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന പടം, അതിൽ രേവതി നൃത്തം ചെയ്ത് ഒരു ഗാനരംഗം മേടപ്പൊന്നണിയും എന്നുള്ള പാട്ട്, ആ പാട്ട് എങ്ങനെയാണ് ടീച്ചർ പാടി? എപ്പോഴും എല്ലാ വിഷുക്കാലം വരുമ്പോഴും ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. അത് പിന്നെ ഞങ്ങളൊരു ടീമായിട്ടാണ് ഇവിടെ നിന്ന് ചെന്നൈയിൽ പോയത്. പിന്നെ ഓമന കുട്ടീസറുണ്ടായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ കൂടെ ചെയ്യാൻ ഒരു ഫ്രണ്ട്, കുറച്ച് അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് അങ്ങനെ 2-3 ദിവസത്തെ വർക്കായിരുന്നു. അതായത് പാട്ട് പറഞ്ഞു തന്നു. ഇതൊരു നല്ലൊരു ലൈവ്ലി ഒരു സോങ്ങാണ്. പിന്നെ നല്ല ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ തങ്കോ പാങ്കം ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെ അതെ അതെ. അപ്പോൾ പറഞ്ഞു തന്നു, സാധാരണ റെക്കോർഡ് ചെയ്തു. പക്ഷേ നമ്മൾ അവിടെ ഒരുമിച്ച് കൂടി, ഇതെല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആയിരപ്പറയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ജാനമ്മ ഡേവിഡ് അവർ അതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതും മാഡത്തിൻ്റെ കൂടെയുള്ള റെക്കോർഡിങ്ങും അന്നൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുള്ളായിരുന്നു. മാഷ് എത്ര കരുതലോടെയാണ്, വളരെ സ്നേഹത്തോടുകൂടെ അവർ കൊണ്ടുവന്ന് മൈക്കിൽ കൂടെ നിർത്തി എല്ലാം പാടിച്ച്, അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ശരി. എനിക്കൊന്ന് പിന്നെ മറ്റൊരു ക്ലാസിക് സിനിമയാണ് വൈശാലി എന്നുള്ള സിനിമ. ആ വൈശാലി എന്നുള്ള സിനിമയിലും തൂവാനത്തുമ്പികളിലെ സിനിമയിലും ടീച്ചർ പാടേണ്ടിയിരുന്നതാണ്. എന്തുകൊണ്ടും അത് പാടാൻ പറ്റില്ല. ന്യൂസൊക്കെ സംഘടിച്ചോണ്ട് അതൊക്കെ അങ്ങനെയാ, പറ്റില്ല. അത് പാടിയിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ടീച്ചർ പോവുമായിരുന്നു അല്ലേ? എനിക്ക് വരാനുള്ളതല്ലേ വരുള്ളൂ. മനോഹരമായ പാട്ടായിരുന്നു ഇന്ദു പുഷ്പം ചൂടി, ആ പാട്ടായിരുന്നു. അതുപോലെ ധനം, അതിലൊക്കെ ചാൻസ് വന്നതാണ് എന്ന് ഞാൻ പിന്നെ അറിഞ്ഞു. അത് ശരി, അത് ശരി. മലയാളത്തിലെ ഒരു കാലഘട്ടത്തിൽ രാഘവ മാഷയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്ക് വളരെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നതാണ്. രാഘവ മാഷയുടെ സംഗീതത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സ്വപ്നമാലിനി തീരത്തുണ്ട്. തരങ്കണിയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ്. മാഷ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നേച്ചറാണ്. പാട്ട് പറഞ്ഞു തന്നു. ഞാൻ പാടി, ദാസേട്ടന് ഞാൻ വേറെ വേറെ സമയത്താണ് പാടിയത്. പക്ഷേ ആയിരപ്പറയിൽ ഞങ്ങൾ അന്ന് ഞാൻ പാടാനുള്ളപ്പോൾ ദാസേട്ടനും ഉണ്ടായിരുന്നു. ഒരുമിച്ച് വെച്ചാൽ ദാസേട്ടൻ പാടിയിട്ട് ഞാൻ പാടുന്ന സ്റ്റുഡിയോയിൽ ഒരുമിച്ച് കണ്ടിരുന്നു. ഇത് പിന്നെ അല്ലാതെയാണ്. മാഷ് പാട്ട് പറഞ്ഞു തന്നു, റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നു. അത് വളരെ കൂളായിട്ടുള്ളൊരു നല്ലൊരു. പിന്നെ ഒരിക്കൽ ഞാൻ മാഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ മാഷിനെ പോയി കാണുകയും ചെയ്തു. വളരെ എന്താ പറയുക, ഒരു ഫാദർലി, ഭയങ്കര അഫെക്ഷനേറ്റ് ഒരു നേച്ചറാണ് മാഷിൻ്റെ. സ്വാതി തിരുനാൾ ജയന്തിയോട് അനുബന്ധിച്ച് ടീച്ചറും ഒരു 15 പേരും കൂടിയിട്ട് ഒരു സംഗീതോത്സവം നടത്തിയിരുന്നു, ഒപ്പം ഒരു ഡാൻസും. അത് എനിക്ക് തോന്നുന്നു നേരത്തെ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഈ സംഗീതോത്സവം നടത്താറുണ്ട് ടീച്ചറും സംഘവും. അതിനിടയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ആ ഡാൻസ് ചേർത്തിരിക്കുന്നത്. അത് എത്ര രസകരമായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടു. അത് എങ്ങനെയുണ്ട്? അതായത് പിന്നെ നവവിധ ഭക്തികൃതികൾ, സ്വാതി തിരുനാളിൻ്റെ 9 ഭക്തി സ്മരണം കീർത്തനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന 9 തരം അപ്രോച്ച് ടു ഈശ്വരൻ, അങ്ങനെ അതാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃതികളാണ്. അപ്പോൾ എല്ലാ വർഷവും അവിടെ സ്വാതി ജയന്തിക്ക് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു ഇതിൽ പിന്നെ ആ ടീച്ചറിൻ്റെ ഒരു ലീഡർഷിപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രോഗ്രാമാണ്. ടീച്ചർ ഇപ്പം സ്റ്റേറ്റ്സിലാണ് അന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് പാടിയത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഓരോ കോൺസെപ്റ്റ് എടുത്തിട്ട് പാടും. അപ്പോൾ ഇത്തവണ ഈ നവവിധ ഭക്തി ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നി അത് 9 ഭക്തിയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അഭിനയം കൂടെ ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ കൺവേയിങ് ആയിരിക്കും. മറ്റേത് എല്ലാം സാധാരണ ഭക്തി കൃതികൾ, കീർത്തനങ്ങൾ അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു കണ്ടൻറ്റ്, ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് ഉള്ളത് കാരണം ഒരു അഭിനയം കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഈ കുട്ടിയൊക്കെ ഞാൻ പരിചയപ്പെട്ടു, ഉമാ ഗോവിന്ദ്. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ നല്ല റിഹേഴ്സൽസ് എല്ലാം എടുത്ത് ഞങ്ങൾ ചെയ്തപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തന്നെ ഞങ്ങൾ വേറെ ഒരു ദിവസം അഭയദാശ്രമം, അവരത് തന്നെ വേണമെന്ന് പറഞ്ഞ്
അവിടെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു. പിന്നെ ഗ്രൂപ്പായിട്ട് ഉള്ളപ്പോൾ അതിൻ്റെ ഒരു എനർജി വേറെയാണ്, അതൊരു രസമാണ്. ടീച്ചറുടെ കൂടെ ശിഷ്യഗണങ്ങളുണ്ടല്ലോ ഒരുപാട്, അവരുടെ ഈ അരങ്ങേറ്റം ഒക്കെ ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ കൊല്ലത്ത് ആണ് പഠിപ്പിച്ചിരുന്നത്, കൊല്ലം എസ് എൻ വിമൻസ് കോളേജിൽ. അപ്പോൾ ആക്ച്വലി എൻ്റെ ശിഷ്യരെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിച്ച കുട്ടികളാണ്. അവിടെ ഞാൻ 1-2 കുട്ടികൾക്കൊക്കെ അരങ്ങേറ്റം അവർക്ക് വേണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് കൊല്ലത്ത് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൺലൈനിലും അല്ലാതെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെങ്ങനെ അരങ്ങേറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പഠിപ്പിക്കുന്നില്ല, അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ. ഇപ്പോൾ ആക്ച്വലി ഈ അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം മോൾക്കൊരു അരങ്ങേറ്റം നടത്തുന്നത് പറയുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ആ കുട്ടി അതിനായിട്ട് തയ്യാറാക്കിയിട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നു. പക്ഷേ പഴയ രീതിയിൽ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ അവരത് കഴിഞ്ഞാൽ ഫുൾ പെർഫോമേഴ്സ് ആവും, അതാണ്. ഇതിപ്പോൾ അരങ്ങേറ്റത്തിന് വേണ്ടി അരങ്ങേറ്റം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലും കുട്ടിക്ക് ആ ഒരു, അതായത് നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിനെ സംബന്ധിച്ചോളം മനോധർമ്മമാണ് ഏറ്റവും, അതായത് സ്വന്തമായിട്ട് പാടണം. ഈ രാഗാലാപന, കൽപ്പനസ്വരം, പിന്നെ ഗപനീസ എന്നൊക്കെ പറഞ്ഞ് പാടുമല്ലോ, പകരി സരി വാതാപിഗണ, ഇതൊക്കെ തനിച്ച് പാടുന്നതാണ്. ഇതൊക്കെ അത്രത്തോളം ആയവരെ, സ്വന്തമായിട്ട് പാടാൻ കഴിയുന്നവരെ പണ്ട് ഇതിൽ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒക്കെ അങ്ങനെയല്ല, അച്ഛനമ്മമാർക്ക് കുട്ടി എന്ന അരങ്ങേറ്റം നടത്തി കാണുന്നതിന് ആഗ്രഹമുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അവരെ പഠിപ്പിച്ച് അരങ്ങേറ്റം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്, അതിനു വേണ്ടി തയ്യാറാക്കി. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലാതെ നന്നായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നവരാണ്. ഇനി നമ്മൾ ആഗ്രഹിക്കുന്നു കുട്ടികളുടെ മാത്രം ടീച്ചറാവാതെ മലയാള സിനിമ ഗാനങ്ങളിൽ ഒരു നല്ല ഒരു ഗായികയായി വീണ്ടും മുന്നോട്ട് വരണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം സഫലമാകട്ടെ, എനിക്കും ഈശ്വരൻ അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരട്ടെ. പിന്നെ പ്രത്യേകിച്ചും ഈ അവസരം എന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഏത് സ്റ്റേജിൽ ഇപ്പോൾ ഇരിക്കുന്നോ അതിന് ഒരുപാട് പേരുടെ അനുഗ്രഹാശിസ്സുകൾ, നമ്മുടെ ഗുരുക്കന്മാരുടെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെയും നമ്മളെ സ്നേഹിക്കുന്നവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപാട് പേരുടെ സപ്പോർട്ടും അവരുടെ പിന്നെ വിഷും അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രത്യേകിച്ചുള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഗീതധുനി കുതകധി നദൃകിടത്തു നാചരക ഗോരി താം തിതാം തൈരത്തെ തിരകതും ഗീതധുനി കുതകധി നദൃകിടത്തു നാചരക ഗോരി താം തിതാം തൈരത്തെ തിരകതും ഗീതധുനി കുതകധി ധുനി കുതകധി ധുനി കുതകധി.